നമഃശിവായ. ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും കഥ. ശിഷ്യൻ്റെ ആത്മപുരോഗതിക്കായി വളരെ അധികം പരീക്ഷണങ്ങൾ നൽകിയ ഒരു ഗുരുവിൻ്റെയും ഗുരുഭക്തി കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത ശിഷ്യൻ്റെയും കഥയുണ്ട്. ഇതൊരു സംഭവ കഥയാണ്. മഞ്ജ് എന്നായിരുന്നു ശിഷ്യൻ്റെ പേര്. തൻ്റെ ഗ്രാമത്തിനടുത്തായി ആത്മജ്ഞാനിയായ ഒരു മഹാത്മാവ് ഉണ്ടെന്നറിഞ്ഞ അദ്ദേഹം ഗുരുവിൻ്റെ മുന്നിലെത്തി നമസ്കരിച്ചിട്ട് പറഞ്ഞു, മഹാത്മാവേ, എനിക്ക് മന്ത്രദീക്ഷ തരണം. മഞ്ജിനെ കണ്ടപ്പോൾ തന്നെ ത്രികാലജ്ഞാനിയായ ഗുരുവിന് ഒരു കാര്യം മനസ്സിലായി. വളരെ കാലമായി തൻ്റെ ഇഷ്ടമൂർത്തിയെ പൂജിക്കുന്നയാളാണ് മുന്നിൽ വന്നിരിക്കുന്നത്. വീട്ടിൽ ഒരു പൂജാമുറി തന്നെ തൻ്റെ ഇഷ്ടദേവതയ്ക്കായി അദ്ദേഹം ഒരുക്കിയിരുന്നു. നിഷ്ഠയോടെ ചെയ്യുന്ന പൂജ കൊണ്ട് കുറച്ചൊക്കെ ആത്മീയ അനുഭവങ്ങൾ ലഭിച്ചിരുന്നു. എങ്കിലും അതിനപ്പുറം പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. വിഗ്രഹത്തിൽ കണ്ട ഈശ്വര ചൈതന്യത്തെ സർവവ്യാപിയായും തൻ്റെ തന്നെ ആത്മചൈതന്യമായും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഇത് മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു, നിനക്ക് ഞാൻ മന്ത്രദീക്ഷ തരാം. എന്നാൽ അതിനു മുമ്പ് വീട്ടിൽ പോയി നിന്റെ പൂജാമുറി പൊളിച്ചു മാറ്റണം. ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയവനായിരുന്നു മഞ്ജ്. അദ്ദേഹം ഓടി വീട്ടിൽ പോയി ഒരു ഇഷ്ടിക പോലും ബാക്കി വയ്ക്കാതെ പൂജാമുറി പൊളിച്ചു മാറ്റി. അയൽക്കാരെല്ലാം ഇത് കണ്ട് ചുറ്റും കൂടി അദ്ദേഹത്തെ കുറ്റം പറയാൻ തുടങ്ങി. നീ എന്താണ് കാണിക്കുന്നത്? ഭ്രാന്ത് പിടിച്ചോ? എന്തൊരു മഹാപാപമാണ് ഈ ചെയ്യുന്നത്? ഇതിനു നീ അനുഭവിക്കും, നോക്കിക്കോ. എൻ്റെ ഗുരു പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായാലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. മഞ്ജ് ശാന്തനായി മറുപടി പറഞ്ഞു. വീണ്ടും ഗുരുവിൻ്റെ മുന്നിലെത്തിയ അദ്ദേഹത്തിന് ഗുരു മന്ത്രദീക്ഷ കൊടുത്തു. വീട്ടിൽ തിരിച്ചെത്തിയ മഞ്ജിൻ്റെ കഷ്ടകാലം തുടങ്ങി. വലിയ ഒരു ജന്മിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കുതിരകൾ ആദ്യം ചത്തു. പിന്നെ ഒന്നൊന്നായി കാലികളെല്ലാം ചത്തു. ഇതൊന്നും പോരാന് ഒരു രാത്രി വീട്ടിൽ കള്ളന്മാർ കയറി എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പോൾ വീണ്ടും നാട്ടുകാർ പറയാൻ തുടങ്ങി, കണ്ടില്ലേ, അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ പൂജാമുറി പൊളിച്ചു കളഞ്ഞാൽ അനർത്ഥം വരുമെന്ന്. ഏതു ഗുരുവാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപദേശം തന്നത്? നിങ്ങൾ അത് അനുസരിക്കരുതായിരുന്നു. തൻ്റെ ഗുരുവിനെ പഴിക്കുന്നത് കേട്ട് മഞ്ജുവിന് സഹിച്ചില്ല. എനിക്ക് നിങ്ങളുടെ വാക്കുകൾ കേൾക്കണ്ട. എൻ്റെ ഗുരുവിൻ്റെ വാക്കാണ് സത്യം. എൻ്റെ ശ്രേയസിന് എന്താണ് വേണ്ടത് എന്ന് ഗുരുവിനറിയാം. ഇത്രയായിട്ടും മഞ്ജിൻ്റെ കഷ്ടകാലം തീർന്നിരുന്നില്ല. കയ്യിലെ പണമെല്ലാം തീർന്നപ്പോൾ അദ്ദേഹത്തിന് കടം വാങ്ങേണ്ടി വന്നു. കടം വീട്ടാൻ കഴിയാതെ വന്നപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് ഓടിച്ചു. കയ്യിൽ അല്പം ചിലത് ശേഷിച്ചിട്ടുള്ളത് ഒരു ഭാണ്ഡത്തിലാക്കി ഭാര്യയെയും മക്കളെയും കൂട്ടി അദ്ദേഹം വീട് വിട്ടിറങ്ങി. അടുത്തുള്ളൊരു ഗ്രാമത്തിൽ പോയി ഒരു കൊച്ചു കുടിലുകെട്ടി താമസമായി. ഒരു ജന്മിയായിരുന്ന അദ്ദേഹത്തിന് കായികമായ ജോലികളൊന്നും ചെയ്തു ശീലമില്ല. എങ്ങനെയോ പുല്ലു ചെത്താൻ പഠിച്ചു. കഷ്ടിച്ചു കുടുംബം പോറ്റാനുള്ള പണം സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ 6 മാസം കഴിഞ്ഞു. ഒരു ദിവസം ഗുരുവിൻ്റെ കത്തുമായി ഒരു ദൂതനെത്തി. കത്ത് നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് താങ്കൾക്ക് തരാൻ വേണ്ടി ഗുരു മഹാരാജാവ് തന്നയച്ചതാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഈ കത്ത് കൈപ്പറ്റണമെങ്കിൽ 20 രൂപ തരണം. പണം തന്നില്ലെങ്കിൽ കത്ത് തിരിച്ചു കൊണ്ടുവരാനാണ് ഗുരുവിൻ്റെ നിർദ്ദേശം. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. മഞ്ജ് വേവലാതിയോടെ തിരിഞ്ഞു ഭാര്യയോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? എനിക്കും മകൾക്കുമായി കുറച്ച് ആഭരണമുണ്ട്. അത് വിറ്റാൽ 20 രൂപ കിട്ടുമോ എന്ന് നോക്കാം. അവർ അവശേഷിച്ച ആഭരണം വിറ്റ് കൃത്യം 20 രൂപ കിട്ടി. അത് കൊടുത്തു ദൂതൻ്റെ കയ്യിൽ നിന്ന് ഗുരുവിൻ്റെ കത്ത് വാങ്ങി ഭക്തിയോടെ കത്ത് മാറോട് ചേർത്ത് മഞ്ജ് സമാധിസ്ഥനായി. ഈശ്വരനെ കുറിച്ചോ ഗുരുവിനെ കുറിച്ചോ ഉള്ള ഒരു നിമിഷത്തെ ഏകാഗ്രമായ ചിന്ത. സമാധിയിൽ നിന്നുണർന്നപ്പോൾ അദ്ദേഹം കത്ത് വായിച്ചു. നീയും കുടുംബവും ആശ്രമത്തിൽ വന്ന് താമസിക്കൂ എന്നായിരുന്നു ഗുരു കത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മഞ്ജു കുടുംബവും ആശ്രമത്തിൽ താമസമായി.
അവിടെ പാചകശാലയിൽ പാത്രം കഴുകിയും തൂത്തുവാരിയും വിറകുവെട്ടിയും അവർ സേവനം അനുഷ്ഠിച്ചു. ഒരു ദിവസം ഗുരു അവരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ഞങ്ങൾ ഇവിടുത്തെ പാചകശാലയിൽ നിന്ന് കഴിക്കുന്നു ഗുരു, മഞ്ജു പറഞ്ഞു. ഓഹോ, എന്താണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്? ഗുരു, ഞങ്ങൾ ഇവിടെ സേവനം ചെയ്യുന്നത് കൊണ്ട് ആശ്രമവാസികൾ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്. പ്രതിഫലമായി ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നതിനെ സേവനം എന്നെങ്ങനെ പറയും? ഗുരു ചോദിച്ചു, നിങ്ങൾ കൂലിക്കു വേണ്ടി വേല ചെയ്യുകയാണ്. ഇത് നിഷ്കാമ കർമ്മമല്ല. മഞ്ജു വിഷണ്ണനായിപ്പോയി. ഞാൻ അപരാധം ചെയ്തു പോയല്ലോ. ഗുരു എനിക്ക് വേണ്ടതൊക്കെ തന്നു, ജീവൻ മുക്തിക്കായുള്ള മന്ത്രം വരെ തന്നു. എന്നിട്ടും ചെയ്യുന്ന സേവനത്തിന് കൂലിയായി ഗുരു എന്നെ പോറ്റണം എന്നു ഞാൻ ചിന്തിച്ചുവല്ലോ എന്നു പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ അവർ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. പകൽ മുഴുവൻ സേവനം ചെയ്തും പിന്നെ കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് വെളുപ്പിന് അത് ഏതെങ്കിലും വീട്ടിൽ വിൽക്കും. കിട്ടുന്ന പണത്തിന് ഭക്ഷണം വാങ്ങി എല്ലാവരും കഴിക്കും. അവരുടെ അനാസക്തിയും നിസ്വാർത്ഥതയും അത്രയ്ക്ക് തീവ്രമായിരുന്നു. ഗുരു ഇത് അറിയുന്നുണ്ടായിരുന്നു. ഇവനൊരു ഉത്തമ ഭക്തനാണല്ലോ എന്ന് അദ്ദേഹം കാരുണ്യപൂർവ്വം ചിന്തിച്ചു. വൈകാതെ തന്നെ ശിഷ്യന്റെ കഠിനമായ സാധനയുടെ ഫലം നൽകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം മഞ്ജു ആശ്രമത്തിലെ ആവശ്യത്തിനായി കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ചു കൊണ്ടുവരികയായിരുന്നു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റിൽപ്പെട്ട മഞ്ജു വിറക് ചുമടുമായി ഒരു കിണറ്റിൽ വീണു. കിണറ്റിൽ അധികം വെള്ളമില്ല. എങ്കിലും കയ്യിൽ വിറകുകെട്ടുമായി അതിൽ നിന്നു കയറാൻ ഒരു മാർഗവുമില്ല. ഗുരു ഇത് അറിയുന്നുണ്ടായിരുന്നു. കാരണം കൊടുങ്കാറ്റ് സൃഷ്ടിച്ചത് ഗുരുവായിരുന്നു. ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർക്ക് എന്തും ചെയ്യാനും സാധിക്കും. പ്രകൃതി പോലും അവരെ അനുസരിക്കും. ഗുരു ആശ്രമവാസികളോട് പറഞ്ഞു, വരൂ, നമുക്ക് മഞ്ജുവിനെ അന്വേഷിച്ചു പോകാം. അവൻ ഒരു കിണറ്റിൽ വീണിരിക്കുകയാണ്. കാട്ടിലെത്തിയ ഗുരു ഒരു ശിഷ്യനെ വിളിച്ചു. നീ ഒരു കയറെടുത്ത് കിണറ്റിലേക്കിടണം. എന്നിട്ട് മഞ്ജുവിനോട് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഇതനുസരിച്ച് ശിഷ്യൻ വിളിച്ചു പറഞ്ഞു, മഞ്ജു, നീ ഈ കിണറ്റിലുണ്ടോ? ഉവ്വ്, ഞാനിവിടെയുണ്ട്. മഞ്ജു മറുപടി പറഞ്ഞു. കയർ കിണറ്റിലേക്കിട്ട് കൊടുത്തിട്ട് ശിഷ്യൻ വീണ്ടും പറഞ്ഞു, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഗുരുവിനുള്ള വിറക് നനയാതിരിക്കാൻ തലയിൽ വെച്ച് ഞാൻ ഈ വെള്ളത്തിൽ ഇരിക്കുകയാണ്. ഗുരു കാരുണ്യപൂർവ്വം എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഉടൻ ഈ വിറക് പാചകശാലയിൽ എത്തിക്കാം. ഇത് കേട്ട ശിഷ്യൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇതെന്തൊരു ഗുരുവാണ്! ഒരു ഉപകാരവുമില്ലാത്തവൻ. അഭയം തേടിയ അന്നു മുതൽ നിനക്ക് ദുരിതം മാത്രമേ അദ്ദേഹം തന്നിട്ടുള്ളൂ. എന്നിട്ടും നിനക്കെന്താണിത്ര ഗുരുഭക്തി? നീ ഒരു വിഡ്ഢി തന്നെ. മഞ്ജു കുപിതനായി തിരിച്ചു പറഞ്ഞു, ഈ കയറും കൊണ്ട് നീ തിരിച്ചു പോയിക്കോ. എനിക്ക് നിന്റെ വാക്കുകളൊന്നും കേൾക്കണ്ട. എനിക്ക് ഹിതമായിട്ടുള്ളത് എന്താണെന്ന് ഗുരുവിനറിയാം. ഞാൻ ഗുരുവിനെ ആശ്രയിച്ച് ദിവസം മുതൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നതൊക്കെ എൻ്റെ ശ്രേയസ്സിനു വേണ്ടിയാണ്. എൻ്റെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനല്ല ഞാൻ ഗുരുവിനെ സ്നേഹിക്കുന്നത്. എൻ്റെ ഭക്തി കൊണ്ടും സമർപ്പണം കൊണ്ടുമാണ് ഞാൻ ഗുരുവിനെ സ്നേഹിക്കുന്നത്. ഗുരുവിനെ നിന്ദിക്കുന്ന നീ എന്നെ രക്ഷപ്പെടുത്തണ്ട. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. നീ കയറി വരൂ എന്ന് പറഞ്ഞ് ശിഷ്യൻ മഞ്ജുവിനെ കിണറ്റിൽ നിന്ന് കയറാൻ സഹായിച്ചു. മുകളിലെത്തിയ മഞ്ജു തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഗുരുവിനെ കണ്ട് കണ്ണീരോടെ പാദത്തിൽ വീണു. ഗുരു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. നമഃശിവായ.